ശതകോടീശ്വരൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹിയായി ബഹുമാനിക്കപ്പെടുന്ന ജോർജ് സൊറോസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക്. ഹമാസ് അനുകൂല ഏജൻസികൾക്ക് ജോർജ് സൊറോസ് സംഭാവന നൽകി എന്ന് പറയുന്ന മസ്ക് ശതകോടീശ്വരന് മനുഷ്യത്വത്തോട് വെറുപ്പാണെന്നും വിമർശിക്കുന്നു. യുഎസിന്റെ പരമോന്നത ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജോർജ് സൊറോസ്. ഈ അടുത്താണ് പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. ഇതിനു പിന്നാലെയാണ് സൊറോസിനെതിരെ മസ്ക് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സൊറോസിന് ബഹുമതി നൽകുന്നത് പരിഹാസ്യമാണെന്നാണ് മസ്ക് മുമ്പ് എക്സിൽ കുറിച്ചത്. ജോർജ് സൊറോസിന് മനുഷ്യത്വത്തോട് വെറുപ്പാണെന്നും ഈ വെറുപ്പിൽ ഇസ്രായേൽ ഉൾപ്പെടുന്നുവെന്നും മസ്ക് നടത്തിയ പ്രസ്താവനയിൽ പറയുന്നു. സൊറോസ് 15 മില്യൺ രൂപ ഹമാസിനെ സഹായിക്കുന്ന ഏജൻസികൾക്ക് സംഭാവന നൽകിയെന്ന് പറഞ്ഞ് ഇസ്രായേൽ അംബാസിഡർ ഐക്യരാഷ്ട്രസഭയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ഈ സംഭവത്തെ ചൂണ്ടിക്കാട്ടിയാണ് സൊറോസിന് നേരെ ഇലോൺ മസ്ക് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇസ്രായേൽ അംബാസിഡറായ ഗിലാഡ് എർഡന്റെ പ്രസ്താവനയിൽ ജൂതരാഷ്ട്രം എന്ന പേരിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സംഘടനകൾക്ക് സൊറോസ് സംഭാവന നൽകുന്നത് ലജ്ജാകരമാണെന്നാണ് പറഞ്ഞത്. ഒരു ജൂത സാമ്പത്തിക വിദഗ്ധനും മനുഷ്യസ്നേഹിയുമെന്ന നിലയിൽ ലോകമറിയുന്ന വ്യക്തിയാണ് ഹംഗേറിയയിൽ ജനിച്ച സൊറോസ്. ആഗോള രാഷ്ട്രീയത്തിൽ സൊറോസ് കൈകടത്തുന്നുണ്ടെന്നും മസ്ക് ആരോപിക്കുന്നു. മസ്ക് മുമ്പ് ഒരു പോഡ്കാസ്റ്റിൽ സൊറോസിന് മാനവരാശിയോട് വെറുപ്പാണെന്നും മനുഷ്യകുലത്തെ നശിപ്പിക്കാൻ കനത്ത പരിശ്രമത്തിലാണെന്നും പറഞ്ഞിരുന്നു. മസ്ക് മുൻപ് സൊറോസിനെ താരതമ്യം ചെയ്തത് മാർവൽ കോമിക്സിലെ മനുഷ്യരെ വെറുക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളിലൊന്നായ മാഗ്നീറ്റോയോടും സ്റ്റാർ വാർസ് സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളിലൊന്നായ പാൽപറ്റീൻ ചക്രവർത്തിയോടുമാണ്. കൂടാതെ സൊറോസിന് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിക്കുന്നതിനെതിരെ പരിഹസിച്ചുകൊണ്ട് പാൽപറ്റീൻ ചക്രവർത്തിക്ക് പ്രസിഡന്റ് ജോ ബൈഡൻ ബഹുമതി നൽകുന്ന AI ചിത്രവും മസ്ക് പങ്കുവച്ചിരുന്നു. കാശ്മീർ അടക്കം പല വിഷയങ്ങളിലും ഇന്ത്യക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് സൊറോസ്. അദ്ദേഹം സംഭാവന നൽകിയ പല സംഘടനകളുമായും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് BJP മുൻപ് ആരോപിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് ഇത് തള്ളുകയാണുണ്ടായത്. അത്തരത്തിൽ BJPയുടെ വിമർശനത്തിന് പിന്നാലെ ഒരു കാലത്ത് ഇന്ത്യയിൽ വിവാദമായി നിന്ന വ്യക്തിയാണ് സൊറോസ്. അദാനി ഉൾപ്പെട്ട വിവാദങ്ങളിലും സൊറോസിന്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചാണ് നരേന്ദ്രമോദി വളർന്നതെന്ന് പറഞ്ഞുകൊണ്ട് 2023 സൊറോസ് മോദിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ലോകമൊട്ടാകെ അറിയപ്പെടുന്നയാളാണ് ജോർജ് സൊറോസ്. ഹംഗേറിയയിലാണ് ജനിച്ചതെങ്കിലും ഇപ്പോൾ US കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്.